ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മളിന്ന് കുറച്ച് പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് കാന്ത. സെൽവമണി സെൽവരാജിൻ്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന ഈ ചിത്രം തമിഴ്, മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ പാൻ ഇന്ത്യ റിലീസായിട്ടാണ് റിലീസിനൊരുങ്ങുന്നത്. ഡിസംബറിൽ ഈ ചിത്രം റിലീസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. തുടർന്ന് ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നഹാസ് ഹിദായത്താണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അദ്ദേഹം തന്നെ ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത RDX എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആൻ്റണി വർഗീസ് പെപ്പെ ഈ ചിത്രത്തിലും ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നതായിട്ട് അദ്ദേഹം പോസ്റ്റർ ഇറക്കി അപ്ഡേറ്റ് ചെയ്തിരുന്നു. കൂടാതെ മിസ്കിൻ്റെ പോസ്റ്ററും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയുടെ അണിയറപ്പുറത്ത് റിലീസ് ചെയ്തിരുന്നു. ഈ ചിത്രം ഒരു പാൻ ഇന്ത്യ റിലീസായിട്ടാണ് ഒരുങ്ങുന്നത്. വലിയൊരു ബഡ്ജറ്റിൽ ഇനിയും കുറേ താരങ്ങൾ വരുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ നിവിൻ പോളി നായകനായി അഭിനയിക്കുന്ന ഡോൾബി ദിനേശ് തമറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇറങ്ങിയ സർക്കിട്ട് എന്ന ചിത്രം തിയേറ്ററിൽ നല്ല പ്രതികരണം നേടി വിജയമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രവും നല്ലൊരു ഹിറ്റാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിവിൻ പോളിയുടെ ഈ ചിത്രത്തിന് ശേഷം ഇപ്പോൾ ഷൂട്ടിങ്ങിലേക്ക് ആയി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് മൾട്ടിവേഴ്സ് മന്മഥൻ എന്ന ചിത്രം. സൂപ്പർ ഹീറോ, ടൈം ലൂപ്പ്, ടൈം ട്രാവൽ കോൺസെപ്റ്റുകളെ ബേസ് ചെയ്ത് വരുന്ന ചിത്രമാണിത്. മിന്നൽ മുരളിക്ക് ശേഷം മലയാളത്തിലെ അടുത്ത സൂപ്പർ ഹീറോ ചിത്രമായിട്ടാണ് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാൻ ഇന്ത്യ റിലീസാണ് സിനിമ പ്രവർത്തകർ ഈ ചിത്രത്തിന് ഒരുക്കുന്നത്. കൂടാതെ ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു സിനിമയും നിവിൻ പോളിയുടേതായിട്ട് വരാനിരിക്കുന്നു. ലിസ്റ്റൻ സ്റ്റീഫനാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അരുൺ വർമ്മയാണ്. ഈ സിനിമയുടെ ബോബി ആൻഡ് സഞ്ജയാണ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ നിവിൻ പോളി തമിഴിൽ LCUവിലും ഭാഗമാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ബെൻസ് എന്ന ചിത്രത്തിലൂടെ ആയിരിക്കും അത് സംഭവിക്കാൻ പോകുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഭാഗ്യരാജ് കണ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ലോകേഷ് കനകരാജാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. രാഘവ ലോറൻസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിലാണ് നിവിൻ പോളി അദ്ദേഹത്തിൻ്റെ LCU അരങ്ങേറ്റം നടത്താൻ പോകുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ചിത്രം സംഭവിച്ചാൽ മലയാളത്തിൽ നിന്നും അടുത്തൊരു സൂപ്പർ താരം കൂടി LCUവിൽ ഭാഗമാകുന്നു എന്നുള്ളത് വാർത്തയായിരിക്കും നമ്മൾ അറിയാൻ പോകുന്നത്. സ്ട്രോങ് റൂമേഴ്സ് ഈ ചിത്രത്തിനെ ചുറ്റിപ്പറ്റി വരുന്നുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. ഈ ചിത്രത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായി അഭ്യങ്കറാണ്. കൂടാതെ മലയാളത്തിൽ നിന്ന് മറ്റൊരു താരം കൂടെ തമിഴിൽ ഇപ്പോൾ ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്യാൻ പോവുകയാണ്, മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ജയിലർ 1 പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നതാണ്. ശേഷം ഇപ്പോൾ ഹൃദയപൂർവ്വം സെറ്റിൽ പോയി നെൽസൺ അദ്ദേഹത്തെ ജയിലർ 2 ക്ഷണിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്തവണ അത്യാവശ്യം എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിട്ടാണ് അഭിനയിക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ വമ്പം വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 160 കോടിക്ക് മേലെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടിക്ക് മേലെ കളക്ഷൻ എടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനുശേഷം മോഹൻലാൽ SK കോംബോ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സംവിധായകൻ വിനായക് ചന്ദ്രശേഖറിൻ്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രത്തിലായിരിക്കും മോഹൻലാൽ SK കോംബോ ഒന്നിക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു മുമ്പ് മദ്രാസി എന്ന് പറഞ്ഞ SK ചിത്രത്തിലേക്ക് മോഹൻലാലിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഡേറ്റ് ഇഷ്യൂ കാരണം അന്ന് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. ശേഷം ഇപ്പോൾ ഗുഡ് നൈറ്റിൻ്റെ സംവിധായകൻ വിനായക് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിലേക്ക് ഇവർ രണ്ടുപേരെയും ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യാമെന്ന് GV പ്രകാശ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. കൂടാതെ SKയുടെ വരാനിരിക്കുന്ന ചിത്രമായ മദ്രാസിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും പുതിയൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ചിത്രത്തിലൊരു ഹിന്ദി നടൻ്റെ ക്യാമിയോ അപ്പിയറൻസ് ഉള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ബിജു മേനോനെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ഈ ചിത്രത്തിന് ശേഷം റിലീസാവാനിരിക്കുന്ന പരാശക്തി എന്ന ചിത്രത്തിലും മലയാളത്തിൽ നിന്നൊരു പ്രധാന നായകൻ അഭിനയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതാരാണെന്ന് വെച്ചാൽ ബേസിൽ ജോസഫാണ്. അദ്ദേഹം ഒരു ക്യാമിയോ അപ്പിയറൻസ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഈ ചിത്രത്തിലേക്ക് തന്നെ കമൽഹാസനെ ഒരു ക്യാരക്ടറിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ ഡേറ്റ് ഇഷ്യൂ കാരണം അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. കമൽഹാസൻ്റേതായി അടുത്തതായി വരാനിരിക്കുന്ന തഗ് ലൈഫ് എന്ന ചിത്രം അടുത്ത മാസം 5-ാം തീയതി റിലീസാവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ കമൽഹാസൻ്റെ അടുത്ത ചിത്രത്തിലെ സംവിധായകരായി അൻവർ മാസ്റ്റേഴ്സിനെ അദ്ദേഹം കാസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ ബർത്ത്ഡേ സ്പെഷ്യലായി ഇന്നൊരു പ്രൊമോ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമായിരിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്. പ്ലീസ് സപ്പോർട്ട്.